നമ്മൾ കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്കാണ്. യൂട്യൂബിൽ നിങ്ങൾ ചിലപ്പോൾ കാണും ഇന്ത്യൻ ബൈക്കിൽ മറ്റേ ഡിനോസർ ഇറങ്ങി. ഇത് തന്നെയാണ്. അത് ചെയ്യല്ല, പറഞ്ഞു തരാം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഈ ആപ്പ് കയറ്റണം. IBD 3D പ്ലേയിങ് അല്ല, IBD 3D ആ ആപ്പ് കയറ്റണം. ഈ ആപ്പ് എന്നിട്ട് ഇത് ഓപ്പൺ ആക്കുക. ഇത് ഇന്ത്യൻ ബൈക്കിൻ്റെ പോലെ അല്ല. ഇവിടെ നിങ്ങൾക്ക് കാറുകളുടെയും ബൈക്കുകളുടെ ഒക്കെ ഇങ്ങനെ കാര്യം കാണുക. ഇത് കുറച്ചേ ഉള്ളൂ. ഇതും ബൈക്കുകളുടെ ബൈക്ക് ആക്കിയാൽ ആനിമൽസ് വെച്ചാൽ നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ചാൽ നിങ്ങൾ ഇത് ഞാനപ്പോൾ 17 അടിച്ച് വിചാരിച്ചു നോക്കും. എന്നാൽ സ്റ്റാർട്ട് ആക്കി. വലിയ കാര്യത്തിൽ ഉറപ്പാണ്. ഞാൻ 17 അടിച്ച്. എനിക്ക് എത്തും കിട്ടിയിട്ടില്ല. 17 അടിച്ചപ്പോൾ എത്തും കിട്ടിയിട്ടില്ലല്ലോ. ഇനി ഇതിമ നിൽക്കുക. എന്നിട്ട് ഇവിടെ വന്നുകൊണ്ട് RTS ടൂളിൽ പോയി ഇത് അടിച്ചിട്ട് ഓക്കെ വെക്കുക. എന്നിട്ട് ഇത് വെക്കാണ്ട് പിന്നെ നിങ്ങൾ ഫോൺ ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഇതാ ഞാൻ കാണിച്ചു തരാം. ഈ കോളിൻ്റെ താഴെ കണ്ടോ ഒരു സാധനം, അത് വെക്കിയിട്ട് പേസ്റ്റ് വെക്കുക. എന്നിട്ട് നിങ്ങളൊരു 5 മിനിറ്റ് കാത്തു നിൽക്കൂ. ഞാനാണെങ്കിൽ വണ്ടി കൊടുത്ത് അതുവരെ കറങ്ങാം. ആദ്യം ഇൻഫിനിറ്റി കോഡ് അടിക്കട്ടെ. ഇൻഫിനിറ്റി കോഡ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണാം. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ 5 മിനിറ്റ് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വണ്ടി കിട്ടി ഇവിടെ പോകുമ്പോൾ കണ്ടോ ഇത്രക്ക് മിനിറ്റ്. ഞാൻ ഈ മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിനെ പോസാക്കുന്നുണ്ട്. അപ്പം ഗൈസ്, ഇന്നാണെങ്കിൽ 1 മിനിറ്റ് ഉള്ളൂ. ഞാനാണെങ്കിൽ ഈ പുതിയ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് എത്തി. ഓട്ടി ഇത് തുറക്കുമ്പോൾ ഒരു ഒച്ച ഉണ്ടാകും. ഞാൻ അപ്പോൾ സൗണ്ട് കുറച്ച് വെച്ചൊക്കെയാണ്. കാർ ഷെഡ് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഈ വീടിൻ്റെ മാപ്പിനാണ് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. ഇവിടെയും ഡോറുണ്ട്, അവിടെയും ഡോറുണ്ട്. ഇവിടെ വെച്ചാൽ സോഫ അങ്ങനെ മേലെയാണ്. ജിമ്മുണ്ട്, ബെഡൊക്കെ ഉണ്ട്. മേലെ രണ്ടും ഉണ്ട്. ഇപ്പോൾ സ്റ്റെപ്പ് വെച്ചാൽ ഇത്തിരി പാടും. ഏതായാലും മറ്റേ പേസ്റ്റ് ആയ തോന്നുന്നു 52. നിങ്ങൾക്കിതാ ഇത് പേസ്റ്റ് ആയിട്ട് 17 അടിക്കരുത്. അപ്പോൾ തന്നെ ചിലപ്പോൾ 17 അപ്പം തന്നെ അടിച്ചാൽ ചിലപ്പോൾ കിട്ടും. എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ചെയ്യൽ വെച്ചാൽ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ബാക്ക് അടിക്കും. ബാക്ക് അടിക്കുക വെച്ചാൽ ഇത് നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടി പ്ലേ ആക്കി. ഇനി നമ്മൾ 17 അടിച്ചാൽ മതി. ഇത് പരസ്യം വരും. പക്ഷേ 17 ഇനി അടിച്ചു നോക്കൂ. ഇപ്പോൾ കിട്ടും. കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ. പക്ഷേ നിങ്ങൾ ഇത്തിരി പാളാവും. ചിലപ്പോൾ നിങ്ങൾ അത് വെടി വെച്ചാൽ കടിക്കാൻ വരും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതാ കടിക്കും. അത് ഞാൻ എൻ്റെ കയ്യായിട്ട് വീണ്ടും ബാക്ക് അടിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുതലാക്കി. ഇനി നോക്കാനുള്ളത് നമ്മൾക്ക് ഇഷ്ടം പോലെ എത്ര ആണെങ്കിലും ആക്കാം. ഇത് രണ്ടും ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി 5 അടിച്ചണം. ചീറ്റ് 5 അടിച്ചുമ്പോഴെത്തും കിട്ടില്ല. ഞാൻ 5 ആണ് അടിക്കുന്നത്. പ്ലേ ആക്കി. ഇനി 5 അടിച്ചാൽ കിട്ടുമോ അറിയില്ല. അതിൻ്റെ മുമ്പ് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. 5 അടിച്ചാൽ കിട്ടില്ല.
ഇപ്പം കിട്ടുന്നില്ല. നമ്മൾ ഇതിൽ പോയി കോപ്പി ചെയ്തു, ഇനി പേസ്റ്റും ചെയ്തു. ഇനി നമ്മൾ ഒരു കാർ എടുത്ത് കറങ്ങാൻ പോവുക. നമ്മൾ അതിന് കോപ്പി ചെയ്ത് ഒരു കാറാണ് എടുക്കുന്നത്. അതിനൊരു 25 അടിച്ചാൽ ഒരു കാർ കിട്ടും. അത് വേണ്ട, നമുക്ക് ഇതും കോപ്പി ചെയ്തതാണ്. അതിന് ഇനി വേറൊന്നും ഉണ്ട്, 2 അടിച്ചാലും കിട്ടും, പിന്നെ 3 അടിച്ചാലും കിട്ടും, 1 അടിച്ചാലും കിട്ടും. അങ്ങനെ കുറേ ഉണ്ട്, 4 കിട്ടും. നമ്മൾ ഏതായാലും ഇപ്പം ഈ പച്ച വണ്ടിയിൽ നിന്നാണ് പോകുന്നത്. ഈ വണ്ടി കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി എടുക്കണം, വേണ്ട ഇത് തന്നെ എടുക്കാം. ഇൻഫിനിറ്റി കോഡ് അപ്പോൾ ഗൈസ് അത് പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ഇത് ഞാൻ കോപ്പി ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ മുമ്പ്. ഇത് കണ്ടോ, പേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് ഇനി പോയി അടിച്ചെടുക്കാം. നമുക്ക് 5 അടിച്ചാൽ മതി, കിട്ടും. കണ്ടോ, അതിനെ വെടി വെച്ചാലും അതും കാട്ടും. കണ്ടോ കണ്ടോ കണ്ടോ. ഇതിന് കുറേ വെടി വെക്കേണ്ടി വരും തോന്നുന്നു. അത് നമ്മളെ തീർത്തിട്ടുണ്ട്. നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത കോപ്പി ചെയ്യാം. ഇനി അടുത്ത 11 ഇതുകൊണ്ട് നിങ്ങൾക്കാണെങ്കിൽ ഡ്രസ്സുകളും പ്ലെയർ ബോർഡാക്കാം, വേണമെങ്കിൽ റോഡ് ഇങ്ങനെ ആക്കാം. ഇതൊക്കെ ഞാൻ കോപ്പി ചെയ്തിട്ടുള്ള. ഇതാക്കിയാലോ, ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മൾ കോപ്പി ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. റേസിംഗ് ട്രാക്ക് ഒന്ന് കളിച്ചു നോക്കാം നമ്മൾക്ക്. അത് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ളതാണ്. റേസിംഗ് ട്രാക്ക് പറഞ്ഞാൽ അവിടെയാണ്, അത് നമ്മൾ കളിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. ഇത് ഇത്തിരി മേലെയാണ്, അവിടെ കാറുകളൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു സിറ്റി, വേറെ താഴത്തേക്ക് പോയതാ തോന്നുന്നു. ഇത് നോക്കൂ, ഇവിടെ റേസോ എന്തെങ്കിലും ആക്കാം. ഇത് ലാൻഡ് ചെയ്യണമെങ്കിൽ ഇത്തിരി പാടുള്ളതാണ്. നമുക്ക് 912 അടിച്ചാൽ ഇൻഫിനിറ്റി ഹെൽത്താണ്. ഹെൽത്ത് നമുക്കൊരു നിഞ്ച എടുക്കാം. ഇതാണ് ഇതിക്ക് പറ്റിയ റേസർ ട്രാക്കൊക്കെ പറ്റിയ വണ്ടി. എന്താ റേസർ ട്രാക്ക് എവിടെയാണ് ഉള്ളത്? അവിടെ എന്താ ഉള്ളത് നോക്കട്ടെ. ഇവിടെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന വഴി മാറി തോന്നുന്നു. നമ്മുടെ അങ്ങനത്തെ കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാറ്റുള്ള കാര്യമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ടെക്നോളജിയായി. നമുക്ക് വണ്ടി എടുത്ത് പെട്ടെന്ന് പോകണം മുമ്പക്ക്.
നമ്മൾ ഇവിടെ എത്തി. ഇവിടെ ബോർഡ്, അടുത്ത ബോർഡ്. ഇവിടെ രക്ഷപ്പെട്ടു. അടുത്ത കീഞ്ഞു പോകുന്നു. സ്ലൈഡിൻ്റെ പോലെ കീഞ്ഞു പോകുകയാണ്. ഇപ്പം എവിടെ ചെന്ന് നിൽക്കാനാ? റേസിംഗ് ട്രാക്ക് മാത്രം ഞാൻ പോകും തോന്നുന്നു. ഇതാണെങ്കിൽ ഒന്ന് നിന്ന് കിട്ടിയാൽ മതി. നമ്മളാണെങ്കിൽ തീരില്ല. നമ്മൾ മറ്റോനേനെ അടിച്ചത് കൊണ്ട് രക്ഷപ്പെട്ട ഇല്ല. ഈ പോസ്റ്റുമ്പോൾ പോയി ഇടിച്ചാൽ മതി. അവിടെ പോസ്റ്റും ഇല്ല. ഇതിപ്പോഴത്തെ റേസിംഗ് ഗ്രൗണ്ട് മൊത്തം ഇനിയും കൊണ്ടുപോകുകയെ. ഞാൻ ബാക്ക് അടിച്ചിട്ടുണ്ട്. നമ്മളെ ഈ ഇന്ത്യൻ ബൈക്കിലൊക്കെ വേറെ ടെക്നോളജി ഇറങ്ങിയിട്ടുണ്ട്. വെറൈറ്റി സാധനം. എന്തോ ഞാൻ പുതിയ വീടാണ്, അതിൻ്റെ ലൊക്കേഷനൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഏതൊക്കെ കാർ എടുക്കും? നമ്മൾ കാറൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചാൽ ബൈക്കുകളെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിടുക. അതിൻ്റെ മുമ്പ് അയാൾ മറ്റൂൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ പിന്നെ മറ്റേൻ്റെ പോലെ ബഗ്ഗായി പോകും. നമുക്ക് എല്ലാ വണ്ടി ഇടിച്ചു പോയാലോ? ഞങ്ങളിതാ ഇതിലൂടെ പോകല് വിരൽ വശം ബാക്ക് കൂടെ ആയിരിക്കും. ഇതിലൂടെ പോകണം. ഇതിലൂടെ പോയാൽ മതി. അതാ കാണുന്നു പെര. അതാണ് പുതിയ പെര. ഇതാണ് നമ്മുടെ പെര. നമുക്ക് ഈ പേജിൽ നിന്ന് പോകാം. ഇങ്ങനെ നമ്മൾ ടെക്നോളജി ആരംഭിക്കാൻ പോകുന്നത്. ബൈക്ക് മേടിച്ചേണ്ടിയായിരുന്നു. ഇനി പാളിപ്പോയി. അതിൽ കാർമ കൊണ്ട് ഇടിച്ചാലോ? പോണ് ഈ കാറിനെ കൊണ്ടൊക്കെ തോറ്റി. നമുക്ക് അങ്ങോട്ട് മതിൽ ചാടിയാലോ? എൻ്റെ മോന് 2 ഡിക്കും പോയിട്ടുണ്ട് മെക്ലാറിൻ്റെ. ഈ ബൈക്ക് അയാളതാ പറന്നു പോകുന്നു. അയാൾ സൂപ്പർമാനെ തോന്നുന്നു. പൊരിച്ചു അതാ പോകണം. സൂപ്പർമാൻ പോയി വീട് തോന്നുന്നു. അവിടെ 2 സൂപ്പർമാൻ ഉണ്ടായിരുന്നു. സൂപ്പർമാൻ തീർന്നു തോന്നുന്നു. സൂപ്പർമാന് ഞാൻ പോയിട്ടില്ല. സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. ഇവിടെ പേരൻ്റെ കൊട്ടാൻ ആദ്യം പറഞ്ഞു. അടുത്ത വണ്ടി. KTMൻ്റെ നമ്പർ എത്രയായിരുന്നു മറന്നുപോയി. ഈ മെക്ലാറിൻ്റെ പവർ കണ്ടോ? ഒരു 2 ഡിക്ക് ആയിട്ടുള്ളൂ. ഇത്രയും ഇടിച്ചിട്ട് ആ വണ്ടിയൊക്കെ ഉണ്ടോ? തെറച്ചായിട്ട് പോകും.
ഇനിയിപ്പോൾ ഏത് സ്ഥലത്തേക്ക് പോകും? ആ മണ്ണിൻ്റെ മേലെ കൂടെ കയറി പോയിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ പോയി. ഇതിനെ കൂടെ കയറ്റിയാലോ? വേണ്ട, ഇത്തിരി പണി പാളി. കയറ്റിയതാ വണ്ടിയുടെ ഞാനീ മതിലിൻ്റെ വേണം വണ്ടിയുടെ ഞാൻ വണ്ടിൻ്റെ അടുത്തേക്ക് പോകട്ടെ. വണ്ടി അവിടെ കണ്ടുപിടിച്ചോ. എൻ്റെ ബാക്ക്ലറോടെ അതാ വീട് എത്തി. ഞാൻ സൈക്കിളോട്ടി പോകേണ്ടി വരും. ഇത് സൈക്കിളല്ലേ, അത് വേറെ എത്തുമല്ല തോന്നുന്നു. സൈക്കിൾക്ക് 4 പൂജ്യമുള്ളൂ. ഇത് സൈക്കിളാണ്. സൈക്കിൾ ഇവിടുന്ന് മാറ്റണം. ഇനി നമുക്ക് സൈക്കിൾ കൊണ്ടുപോവാം. രണ്ട് ഡോറും ഇല്ലാത്ത വണ്ടിയാണ്. മോനെ തലയിൽ കൂടെ കയറി പോയിട്ടുണ്ട്. ഇവൻ്റെ തലയിൽ കൂടെ കയറാം. ഇവൻ്റെ കയറണം. ഞാനോ ഇവിടെ ഇല്ലതാ ഇത്. ഇവനോ? ഓ, തെങ്ങ് പോയി ചായ ചാമ്പിയിട്ടില്ല. വണ്ടി പൊരിൻ്റെ പോക്കാണ്. മെക്ലർ പൊരിൻ്റെ പോക്ക് പോകുന്നുണ്ട്. ഓ ജോനെ പൊരിൻ്റെ ജമ്പൊക്കെ ഇടിയ വണ്ടി. ഓ, അയാൾ രക്ഷപ്പെട്ടു. ആ ബൈക്കർ രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ വരുന്നുണ്ട്. കാണില്ലല്ലോ. ഈ വണ്ടി ആണെങ്കിൽ ബീച്ചൊക്കെ ഇങ്ങനെ പോകും. ഒരൊറ്റ ജമ്പ് കൂടി ആക്കാം. എനിക്ക് ഏതെങ്കിലും വണ്ടി പോയി ഇടിച്ചണ്ട. പണി പൊരിൻ്റെ മുകളിൽ വീണ് നടക്കാലൊക്കും. ഓൻ്റെ അംബാസഡർ KTM 40 ഓനതാ അവിടെ കിടക്കണ്. എൻ്റെ ബൈക്ക് കൊടുത്ത് പോരിട്ടാ പെരീക്ക്. അല്ല, ഇന്നടുത്ത് പമ്പലം കറക്കുക. ഇത് പുതിയ ടെക്നോളജി ഇറങ്ങി തോന്നുന്നു. ഇത് എത്തണത് ഇനി നമുക്ക് പോകാം സുഖമായി. ആൾക്കാരെടുത്ത് തെറിപ്പിച്ചാലോ? ഇയാൾ തെറിപ്പിച്ചോളൂ. ഇയാൾ നല്ല ആളാ. ഞാൻ പോലീസ് സ്റ്റേഷനിലാ. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? പോകാം. പോകണം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക്. ഷോക്കൗട്ട് എടുത്ത് ചാടിയാലോ?
ഷോക്കട്ട് ഇത്തിരി കുടുങ്ങി. ഞാൻ ഇവിടെ നിൽക്കുന്നു. ഇനി നമുക്ക് ഏതെടുക്കാം? ഒരു സൂപ്പർ എടുക്കാം, അല്ലെങ്കിൽ GTR എടുക്കുക. എത്രയായിരുന്നു? 35,008 ആയിരുന്നു. എത്ര ആയിരുന്നു മറന്നോ? 3005 ഇതല്ലേ? ഇത് തന്നെ. അപ്പം ഗൈസ്, നമ്മളെ നിസാൻ GTR ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ നിസാൻ GTR. പൊരിൻ്റെ പോക്കാണ് പോകുന്നത്. ഡോറൊക്കെ തുറന്നു കണ്ടോ? നമുക്ക് മുമ്പൊക്കെ കണ്ട സ്പീഡ് ടയറില്ലാത്ത സൂപ്ര അല്ലാത്ത GTR ആണ്. എൻ്റെ മോനെ ജസ്റ്റിസ്, 2 ഡോറും പോയി, 2 ടയറും പോയി. ഇനിയിപ്പോൾ നീ പോവല്ലേ? വണ്ടി പമ്പരം കറങ്ങി. ഒരു പമ്പരം കൂടി കറങ്ങുക. അയ്യോ ജസ്റ്റിസ്, നേരിട്ട് വിട്ടോ. ഓൻ്റെ മോനെ എയർപോർട്ടെത്തി. നമുക്ക് എയർപോർട്ടിൽ നിന്ന് വിടണം. ഇവിടുന്ന് വിടാം. അടുത്ത സ്ഥലം തെങ്ങിനെയും കൊണ്ടൊക്കെയാണ് എൻ്റെ പോക്ക്. വണ്ടി സ്പീഡ് ഇത്തിരി ഏറിപ്പോയി തോന്നുന്നു. ഇയാളെത്തിനാണ്ടല്ലോ, ബാക്കൊക്കെ ഉണ്ടോ? നമ്മൾ എവിടറ്റ പോകണ്ട നോക്കട്ടെ. എല്ലാം ഒരു കുഴപ്പമില്ലേ? ഇതാണ് ചാടുണ്ട വണ്ടി തോന്നുന്നത്. എല്ലാ വണ്ടിക്കും പുതിയ ടെക്നോളജി അറിയാം. കയറി തിരിച്ചത്തിരി മറന്നുപോയി തോന്നുന്നു. പിന്നൊക്കെ തേടി എത്ര ഉള്ളവരായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ.